Hello everyone, good morning. Hope you all are fine and safe. So let's continue with Aristotle's Poetics and his major concepts regarding tragedy. So let's wind up this part. So in the last class we had seen his observations on comedy. So in this class let's see his observations on epic and his comparisons with epic and tragedy. So tragedy, as we know that in his seminal work Poetics, he had given much importance, or he had focused on tragedy rather than all other elements, rather than comedy or epic or poetic diction or anything like that. He had spent that much chapters dealing with the major concepts of tragedy, its structure, its definition, its characteristics, its constituent parts and all that. And we had gone through all those things. And today we are going to deal with epic, which is a parent form of tragedy itself. As we had gone through its origin and all that, tragedy emerged from epic, which emerged from hymns or panegyrics sung during the festival of Dionysius and all that. അപ്പോൾ എപ്പിക്കിനെ കുറിച്ച് എന്താണ് അരിസ്റ്റോട്ടിൽ പറയാനുള്ളതെന്നാണ് നമുക്ക് കാണാനുള്ളത്. എന്താണ് എപ്പിക്? ഇതിഹാസങ്ങൾ അല്ലേ, അല്ലെങ്കിൽ ഇതിഹാസ കാവ്യങ്ങൾ എന്നൊക്കെ പറയാം. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള പൈതൃകം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കുള്ളത് മഹാഭാരതവും രാമായണമാണ്. മറ്റ് പ്രശസ്തമായിട്ടുള്ള ഒത്തിരി ഇതിഹാസങ്ങളെക്കുറിച്ച്, ഈ എപ്പിക്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇലിയഡ്, ഒഡീസി ആൻഡ് ഓൾ ദാറ്റ്. ഗ്രീക്ക് ഓർ ഗ്രേഷ്യൻ ആയിട്ടുള്ള എപ്പിക്കുകളാണതൊക്കെ. ഹോമർ എഴുതിയിട്ടുള്ള, ഹോമർ എന്ന് പറയുന്ന അന്ധനായിട്ടുള്ള കവി എഴുതിയിട്ടുള്ള ഇലിയഡ് ആൻഡ് ഒഡീസി. ആൻഡ് ഇറ്റ് വാസ് പാസ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ on their period during BCs through oral tradition and all that. We had gone through all those things. So epic is basically a written form, a narrative form. Before moving on to the comparison between epic and tragedy and his major observations on epic, let me draw your attention to a few questions. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും സിനിമകൾക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്? We have a lot of folk traditions, folk stories, and we have mythological stories, we have epics. ഇതേ എപ്പിക്കുകളും ഇതേ ഫോക്ക് സ്റ്റോറീസും ഇതേ മിഥോളജിക്കൽ സ്റ്റോറീസും മിത്തുകളും ഒക്കെ നമ്മൾ സിനിമകളിൽ കാണാറുണ്ട്. ആൻഡ് സിനിമകൾക്ക് വളരെയധികം ആളുകൾക്കിടയിൽ പ്രാധാന്യവുമുണ്ട്. ആൻഡ് സിനിമാ താരങ്ങളെ നമ്മൾ താരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ദേ ആർ സെലിബ്സ് ഓർ സെലിബ്രിറ്റീസ്, ദേ ആർ സ്റ്റാർസ്. Why this art form had gained that much prominence? It is called as popular art. Why? Definitely പല അല്ലെങ്കിൽ ഭൂരിഭാഗം നമ്മൾ വർക്ക്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ മുൻപ് എഴുതിയ കഥകളോ അവരെഴുതിയ നോവലുകളോ അവരുടെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു എപ്പിക്കിൽ തന്നെ ഉള്ള പല പല ചെറിയ കഥകളുടെ മറ്റു ചില രൂപങ്ങൾ, പ്ലോട്ടൊക്കെ ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. ഒന്നുകിൽ ഒരു സൊസൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ മൈക്രോകോസം എന്നോണം ഒരു വീടായിരിക്കാം പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ കഥകളും തമ്മിലൊരു ബന്ധം, ഒരു ഫൈറ്റ്, ഒരു റൊമാൻസ്, ഒരു കൂടിച്ചേരൽ, ഒരു പിണക്കം, ഒരു ഇണക്കം. ഒന്നുകിൽ ട്രാജഡി ആണെങ്കിൽ അവസാനം കറ്റാസ്ട്രഫി, കോമഡി ആണെങ്കിൽ അവസാനം എല്ലാം സോൾവ് ആകുന്നു. അതെല്ലാവർക്കും കഥകൾ ഇത്തരത്തിൽ തന്നെയാണ് പോകുന്നത്. ത്രില്ലർ ആണെങ്കിൽ അങ്ങനെ. എല്ലാത്തിനും ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും. വളരെ എക്സെപ്ഷണലായിട്ട് മാത്രമാണ്, പല എക്സ്പെരിമെൻ്റൽ ഫിലിംസിൽ മാത്രമാണ് വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് സിനിമയെന്ന് പറയുന്ന, അല്ലെങ്കിൽ സിനിമയുടെ തന്നെ ഓൾഡർ വേർഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പെർഫോമിംഗ് ആർട്സുകളെല്ലാം തന്നെ, നാടകം, ട്രാജഡി ഇത്രമാത്രം പ്രാധാന്യം അല്ലെങ്കിൽ ഇത്രമാത്രം ആളുകൾക്കിടയിൽ പ്രചാരത്തിലാവാനായിട്ടുള്ള കാരണം എന്തായിരിക്കാം? എപ്പിക് ആൻഡ് ട്രാജഡി എന്ന് പറയുന്ന ഈ ഒരു കമ്പാരിസൺ പാർട്ടിലൂടെ കടന്നു പോകുമ്പോൾ വി ക്യാൻ സീ വൈ ഫിലിംസ് ഓർ ഡ്രാമ ഹാഡ് അക്വയർഡ് ദാറ്റ് മച്ച് സ്റ്റാറ്റസ് ഓർ ദാറ്റ് മച്ച് പോപ്പുലാരിറ്റി എമംഗ് പീപ്പിൾ. അതിൻ്റെ റീസണും കൂടെ ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പിക് ആൻഡ് ട്രാജഡി ഓർ ഹിസ് ഒബ്സർവേഷൻസ് ഓൺ എപ്പിക്കിൽ മെയിനായിട്ട് പറയുന്ന 3 പോയിൻറ്റ്സ് ആണുള്ളത്. ഐ എം സ്പീക്കിംഗ് അബൌട്ട് ദ ഫസ്റ്റ് പോയിൻറ്റ്, ദാറ്റ് ഇസ് നേച്ചർ ആൻഡ് ഫോം. യെസ്, ഇറ്റ്സ് റിട്ടൺ ഹിയർ, നേച്ചർ ആൻഡ് ഫോം. നേച്ചർ ആൻഡ് ഫോം എന്ന് പറയുന്ന ഈ ഒരു തലക്കെട്ടിന് കീഴെ 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ചില ചെറിയ കുട്ടി വേറെ ടോപ്പിക്സും കൂടെ നമുക്ക് കടന്നു പോകാം. ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഒരു എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റനായിട്ടോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ വി ക്യാൻ കോൺട്രിബ്യൂട്ട് മച്ച് ഇഫ് വി ഹാഡ് ലേൺഡ് ഇറ്റ് ആസ് പോയിൻറ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നേച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം അല്ലേ,
എപ്പിക്കിൻ്റെ സ്വഭാവം എങ്ങനത്തതാണ്? ട്രാജഡിയുടെ ഡെഫിനീഷനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓർ ട്രാജഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇറ്റ്സ് ഇമിറ്റേറ്റിംഗ് നോബിൾ ആക്ഷൻസ് ഓഫ് ഗുഡ് മെൻ. ഉദാത്തമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യരുടെ കഥകളാണ് നാടകങ്ങളിൽ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്. എപ്പിക്കുകൾക്കും വ്യത്യാസമൊന്നുമില്ല. ഇതേ ഇമിറ്റേഷൻ തന്നെയാണ് എപ്പിക്കിനും ഉള്ളത്. ദാറ്റ് ഈസ് നേച്ചർ വൈസ് എപ്പിക് ആൻഡ് ട്രാജഡി ആർ സെയിം. Epic also imitates noble actions of good men, and tragedy also imitates noble actions of good men. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു നോബിൾ മെൻ എന്ന് പറയുന്ന കാറ്റഗറി എന്തുകൊണ്ട് വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്കഷൻ നമ്മൾ ചെയ്തിരുന്നു. ബിക്കോസ് ഇൻ മില്ലേഴ്സ് കോൺസെപ്റ്റ് ഹി സേസ് ദാറ്റ് അതിലെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറഞ്ഞ കഥാപാത്രം, അതിലെ വില്ലി ലോമാൻ എന്ന് പറയുന്ന വ്യക്തി, ഹി ഈസ് ഓൾസോ എ ട്രാജിക് ഹീറോ, ബട്ട് ഹിസ് fall is also very much severe, which evoked the feeling of pity and fear towards that character and to his family for his impending fall and all that. ഈ രാജാക്കന്മാരുടെയും ദൈവങ്ങളുടെയും കഥകൾ എടുത്തുകൊണ്ട് അവരെ കഥാപാത്രങ്ങളാക്കി വെച്ചുകൊണ്ട് ട്രാജഡി അവതരിപ്പിക്കുമ്പോൾ അതിനുള്ളൊരു വശം നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെൻ ദേ ആർ ഫാളിങ് ഫ്രം ഗ്രേറ്റർ ഹൈറ്റ്സ് ദ ഫോൾ വുഡ് ബി സിവിയർ ഓർ വേഴ്സ്റ്റ്. സാധാരണ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യനൊരു പ്രശ്നം ഉണ്ടാവുന്നതിനെക്കാട്ടിലും നമ്മളിപ്പോൾ ഒരു നാടകം കാണുകയാണെങ്കിലോ ഒരു സിനിമ കാണുകയാണെങ്കിലോ ഒരുപാട് നന്മ ചെയ്യുന്ന ഒരാൾക്ക് ഒരു വലിയ ആപത്ത് വരുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫീലിംഗ്, അത് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഇമ്പാക്റ്റ് ഓഡിയൻസിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്. വീഴ്ചയുടെ ആഴം കൂടുതലായിരിക്കും അത്തരം കാര്യങ്ങൾ. അത്രയും ഉയരങ്ങളിൽ നിന്നാണ് അവർ വീഴുന്നത്. അപ്പോൾ അത്രയും നോബിളായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ട്രാജിക് ഹീറോസായിട്ട് എടുക്കാനുള്ള ഒരു റീസൺ പറയുന്നത് അതാണെന്നാണ് പല ക്രിട്ടിക്കുകളും ആർഗ്യൂ ചെയ്യുന്നത്. സോ നേച്ചർ വൈസ് വി ക്യാൻ സീ ദാറ്റ് ട്രാജഡി ആൻഡ് എപ്പിക്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. നേച്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ബോത്ത് ട്രാജഡി ആൻഡ് എപ്പിക് ഇമിറ്റേറ്റ്സ് നോബിൾ ആക്ഷൻസ് ഓഫ് ഗുഡ് മെൻ. സീരിയസ് ആണ്, ടോപ്പിക് സീരിയസ് ആയിരിക്കും ആൻഡ് കംപ്ലീറ്റ് ആയിരിക്കും. കംപ്ലീറ്റ് ഇൻ ദ സെൻസ് വിത്ത് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. ആൻഡ് ഓഫ് എ സെർട്ടൻ മാഗ്നിറ്റ്യൂഡ്. അതിപ്പോൾ തൽക്കാലം പറയുന്നില്ല, ബിക്കോസ് സെർട്ടൻ മാഗ്നിറ്റ്യൂഡിലല്ല എപ്പിക്കുകൾ വരുന്നത്. അപ്പോൾ ഇമിറ്റേഷൻ ആണ്, നോബിൾ ആക്ഷൻസ് ആണ്, സീരിയസ് ആണ്, കംപ്ലീറ്റ് ആണ്, ബിഗിനിങ്ങും മിഡിലും എൻഡൊക്കെ ഉണ്ട്. ആൻഡ് ഈ പറയുന്ന നേച്ചറിൽ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു പോയിൻ്റാണ് റിഗാർഡിംഗ് ദ പ്ലോട്ട്, റിഗാർഡിംഗ് ദ സ്ട്രക്ചർ ഓഫ് എ പ്ലോട്ട്. ട്രാജഡിയുടെ പോലെ തന്നെയുള്ള സ്ട്രക്ചറാണ് എപ്പിക്കിനും ഉള്ളത്. What was the structure that we discussed in the last class, in the previous class? There will be an exposition where the characters and the story will be introduced, and there will be some sort of problem happening, the peripetia, reversal of fortune. Everything has turned into a topsy-turvy situation. പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി വരുന്നു. റൈസിങ് ആക്ഷൻ, ടൈയിങ് നോട്ട് അല്ലേ, ഊരാ കൊടുക്കാതെ ഇങ്ങനെ വന്ന് ക്ലൈമാക്സ്, ആ ജനത്തിലെത്തി കഴിയുമ്പോഴത്തേക്കും ക്ലൈമാക്സ്. അവിടെ വെച്ച് അനഗ്നോറിസിസ്, അയാൾക്കൊരു എല്ലാം ഡിസ്കവർ ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം ശാന്തമാണ്, ഫാളിങ് ആക്ഷനാണ്, അൺടൈയിങ് നോട്ടാണ്. ഓരോന്നായിട്ട് ചുരുളഴിഞ്ഞ് അവസാനം കോമഡി ആണെങ്കിൽ ഒരു റെസൊല്യൂഷനിലേക്ക് അത് എത്തിച്ചേരുന്നു. ട്രാജഡി ആണെങ്കിലും സൊല്യൂഷൻ ഉണ്ടായിരിക്കും, പക്ഷേ അതോടൊപ്പം തന്നെ അത് അവസാനിക്കുന്ന ഒരു ദുരിതത്തിലായിരിക്കും, ഒരു ദുരന്തത്തിലായിരിക്കും, എ കറ്റാസ്ട്രോഫി. So this was the structure we analyzed in the last class. The plot has got two parts, complication and denouement. രണ്ട് ഭാഗങ്ങളാണ് പ്ലോട്ടിനുള്ളതെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് പറയുന്ന പോലെ തന്നെ എപ്പിക്കിനും ഇതുതന്നെയാണ് പ്ലോട്ടിൻ്റെ സ്ട്രക്ചർ. ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ആരെങ്കിലും ഒരാൾ കടന്നു വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ഒരു പ്ലേഗ് സംഭവിക്കുകയോ ഒരു യുദ്ധം ആരെങ്കിലും പെട്ടെന്ന് അനൗൺസ് ചെയ്യുകയോ സംതിങ് വിൽ ഹാപ്പൻ. ആൻഡ് അത് പിന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും ബാധിക്കുകയും എല്ലാം തലകീഴായി മറിയുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം പ്രശ്നമാണ്. ഈ യുദ്ധം ഉണ്ടാവാൻ കാരണം എന്തെങ്കിലും, ഇപ്പോൾ ഹെലൻ ഓഫ് ട്രോയ് അല്ലേ, ഹെലനെ തട്ടിക്കൊണ്ട് വന്നതാണ് അവിടെ യുദ്ധം ഉണ്ടാവാൻ കാരണമെങ്കിൽ തീബ്സിലെ രാജാവായിരുന്ന ലയസിനെ കൊന്നതായിരുന്നു തീബ്സിൽ പ്ലേഗ് വരാനായിട്ടുള്ള കാരണം. സോ അതിൻ്റെ പിന്നാലെ പിന്നെ അത് അൺഫോൾഡ് ചെയ്യാനായിട്ട് അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോവുകയാണ് ഈഡിപ്പസ് ചെയ്തത്. ആൻഡ് ടൈറേഷ്യസ്, അതിലെ ബ്ലൈൻഡ് ആയിട്ടുള്ള പ്രൊഫറ്റ്, ഹി വാസ് വാർണിംഗ്. ടൈറേഷ്യസ് ഇസ് എ മിത്തോളജിക്കൽ ക്യാരക്ടർ ടു, ആൻഡ് ഹി വാസ് വാർണിംഗ്, നീ സത്യം അന്വേഷിക്കാൻ പോവണ്ട. പക്ഷെ അത് ഈഡിപ്പസിൻ്റെ ഒരു വാശിയായിരുന്നു, ഈഡിപ്പസിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. ദാറ്റ് ഈഗോയിസ്റ്റിക് ക്യാരക്ടർ, he
He wanted to know the truth, and that truth gifted him with utter destruction or devastation. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം കോംപ്ലിക്കേറ്റഡായി അവസാനം അതിൻ്റെ ജനത്തിലെത്തുന്നു, പിന്നെ ഫോളിങ് ആക്ഷൻ, അവസാനം കഥ അവസാനിക്കുമ്പോൾ എല്ലാം ദുരിതത്തിലായിട്ട് അവസാനിക്കുന്നു. കോമഡി ആണെങ്കിൽ എല്ലാം ശുഭം എന്ന് എഴുതി കാണിക്കുന്ന രീതിയിൽ അവസാനിക്കും. അപ്പോൾ എപ്പിക് എന്ന് പറയുന്നത് കോമഡി ആയിട്ട് റിലേറ്റഡ് അല്ല, ഇറ്റ് ഡീൽസ് വിത്ത് സീരിയസ് ആക്ഷൻ ആസ് വി മെൻഷൻഡ് ഏർലിയർ. സോ ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ, ഈ പറയുന്ന ടേണിംഗ് പോയിൻറ്റുകളും ട്വിസ്റ്റുകളും ഒക്കെ എപ്പിക്കിലുണ്ടായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ അവോയ്ഡ് പെരിപെറ്റി ആൻഡ് അനഗ്നോറിസിസ്. കോംപ്ലെക്സ് ആയിട്ടുള്ള പ്ലോട്ടാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്ലൂഡ് പെരിപെറ്റി ആൻഡ് അനഗ്നോറിസിസ്. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരിക്കുക. സെയിം ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ. ആൻഡ് നേച്ചറിൽ തന്നെ വരുന്ന മറ്റൊരു പോയിൻ്റാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കും. ദ വിൽ ബി എ യൂണിറ്റി ഓഫ് ആക്ഷൻ. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എലമെൻസൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ എലമെൻസ് ആണോ ട്രാജഡി ഓർ ട്രാജിക് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ, പിറ്റിയും ഫിയറും ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ എലമെൻസ് വേണോ അതൊക്കെ എപ്പിക്കിലുണ്ടായിരിക്കും. ബിക്കോസ് ട്രാജഡി ആണെങ്കിലും എപ്പിക് ആണെങ്കിലും ഇറ്റ് ഷുഡ് ഇവോക്ക് ദ ഫീലിങ്സ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ എമംഗ് ദ സ്പെക്ടേറ്റേഴ്സ് ഓർ എമംഗ് ദ റീഡേഴ്സ്. എപ്പിക് ആണെങ്കിൽ റീഡേഴ്സ്, thereby creating a sort of catharsis effect. അതിൽ ഹീറോയുടെ ആ ഒരു പത്തറ്റിക് ആയിട്ടുള്ള ഫ്ലൈറ്റ് കാണുമ്പോൾ പിറ്റി അറോസ് ആവുകയും അയാൾക്ക് സംഭവിക്കാൻ പോകുന്ന ആ ഇംപെൻഡിങ് ഡിസാസ്റ്റർ വിറ്റ്നസ് ചെയ്യുമ്പോൾ ഫിയർ ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നു. thereby ഇതൊക്കെ കണ്ട് നമ്മളാകെ വിഷമിച്ച് നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയൊക്കെ ഓൾറെഡി അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ പറയുന്ന ഏലിയനായിട്ടുള്ള എലമെൻസൊക്കെ മെല്ലെ ചാനലൈസ്ഡ് ആയിട്ട് പോവുകയും മൈൻഡ് ക്ലെൻസ്ഡ് ആവുകയും പ്യൂരിഫൈഡ് ആവുകയും ചെയ്യുന്നൊരവസ്ഥ, പർഗേഷൻ. ദാറ്റ് ഇസ് കോൾഡ് ആസ് കത്താസിസ് ഇഫക്റ്റ്. അത് എപ്പിക്കിലും ക്രിയേറ്റഡ് ആവും. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 കാര്യങ്ങളാണ് റിഗാർഡിങ് ദ നേച്ചർ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫിൽ. ഫസ്റ്റ് വൺ ഇസ്, രണ്ടും ഡിസ്കസ് ചെയ്യുന്നത് സീരിയസ് മാറ്റർ തന്നെയായിരിക്കും. ഇമിറ്റേറ്റിംഗ് ദ നോബൽ മെൻ ഓഫ് ഗുഡ് ഡീഡ്സ്, imitating the noble action of good men, and the structure will be same. The plot structure will be same for both epic and tragedy, and the unity of action will be same because it should evoke the feeling of pity and fear, thereby creating catharsis effect. ആ പാരഗ്രാഫിൻ്റെ അവസാനം ഒരു ചെറിയ പോയിന്റ് പറയുന്നുണ്ട് റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്സ് ഓഫ് ആൻ എപ്പിക്. ഇൻ ട്രാജഡി വി ഹാഡ് സീൻ ട്രാജഡി ഹാസ് ഗോട്ട് 6 കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്സ്. ട്രാജഡിക്ക് 6 കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്സ് ആണ്, 6 എലമെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ. 6 കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്സ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എപ്പിക്കിന് 6 എണ്ണം വേണ്ട. എപ്പിക് നീഡ്സ് ഓൺലി 4 കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്സ്. വിച്ച് ആർ ദേ? ദ ഫസ്റ്റ് 4: പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട് ആൻഡ് ഡിക്ഷൻ. ഒരു കഥ വേണം, കഥ അവതരിപ്പിക്കാൻ കഥാപാത്രം വേണം, കഥാപാത്രത്തിൻ്റെ ചിന്തകൾ, ഇമോഷൻസൊക്കെ വേണം, അതൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഡിക്ഷൻ, വേർഡ്സ് വേണം, ഓർ വേഴ്സസ് വേണം. ഗദ്യരൂപത്തിലാണെങ്കിൽ അങ്ങനെ, പദ്യരൂപത്തിലാണെങ്കിൽ അങ്ങനെ. അവസാനത്തെ 2 എണ്ണം എന്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്? ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പാട്ടും സ്പെക്ടക്കിൾ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ. വാട്ട് ഈസ് മെൻ ബൈ സ്പെക്ടക്കിൾ? ദോസ് സ്റ്റേജ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ മെക്ബത്ത് ആണെങ്കിൽ അതിൽ 3 വിച്ചസ്, ആ വിച്ചസ് യൂസ് ചെയ്യുന്ന കോൾഡ്രൻ, അവിടെ തീയും പുകയൊക്കെ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഇപ്പോൾ റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ, അവിടെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ജൂലിയറ്റ് വരുന്നു, റോമിയോയുടെ കണ്ണുകൾ ഉടക്കുന്നു. അല്ലെങ്കിൽ ശകുന്തളയോ ദുഷ്യന്തനോ, ഏതൊരു സീനായിക്കോട്ടെ ആ സ്റ്റേജ് റെപ്രസെൻറ്റേഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പണ്ടത്തെ കാലത്താണെങ്കിൽ അത്രമാത്രം ഒരു സ്റ്റേജ് റെപ്രസെൻറ്റേഷൻ്റെ സ്കോപ്പുകൾ വളരെ കുറവായിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് BCs. ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ ചിന്തിച്ച് നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റും സൗണ്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓർ ഇഫ് ഇറ്റ് ഈസ് ഒഥല്ലോ, വി ക്യാൻ സീ ഡെസ്റ്റമോണ ഇൻ ഹെർ ചേംബർ, ബെഡിൽ കിടക്കുന്നത് കാണാം. ആൻഡ് ദർ പില്ലോ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. കാരണം പില്ലോ വെച്ചിട്ടാണ്, തലയണ വെച്ചിട്ടാണ് ഒഥല്ലോ ഡെസ്ഡെമോണയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ റോമിയോ ആൻഡ് ജൂലിയറ്റിലാണെങ്കിൽ റോമിയോയുടെ കയ്യിലുള്ള ഡാഗർ അത് യൂസ് ചെയ്തിട്ടാണ് ജൂലിയറ്റ് മരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസും അവരുടെ കോസ്റ്റ്യൂമും അതുമായി റിലേറ്റ് ചെയ്യുന്ന ബാക്കി സീനറീസും എല്ലാം സ്റ്റേജ് റെപ്രസെൻറ്റേഷൻ ഓർ സ്പെക്ടക്കിളിൽ വരുന്നതാണ്. അത് എപ്പിക്കിൽ ആവശ്യമില്ല.
എപ്പിക്കിൽ നമ്മൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്, വായിക്കുന്ന റീഡേഴ്സാണ് ഇമാജിൻ ചെയ്യുന്നത്. ഓക്കെ, റോമിയോ ആൻഡ് ജൂലിയറ്റ് അവർ കണ്ടുമുട്ടുന്നതും ഒഥല്ലോയുടെ ആ ഡൈലമയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇംപെച്വസ് നേച്ചറും ഇയാഗോൻ്റെ ആ ഒരു കോൺസ്പിറസിയും എല്ലാം നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെക്ബത്തിൻ്റെ മെൻറ്റാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാംലെറ്റിൻ്റെ ഡൈലമ ആയിക്കോട്ടെ, ഹാംലെറ്റിൻ്റെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്ട്സ്, ടു ബി ഓർ നോട്ട് ടു ബി, അതൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുള്ളൂ. അതേസമയം if they are enacted, they are taken into the next level, to a platform, to a stage, we can see how the actors perform there. അപ്പോൾ അവിടെ അവർ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് സോങ്ങും അവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുന്നത് കാണുന്നൊരു മകനോ മകളോ ആണെങ്കിൽ അവിടെ ഒരു സോങ്ങിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഹീറോ എൻട്രി ചെയ്യാണ്, ഒരു ഹീറോ ഒരു സദസ്സിലേക്ക് എൻട്രി ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു ഫിലിം ആണെങ്കിൽ ഒരു ഹീറോയുടെയോ ഹീറോയിൻ്റെയോ എൻട്രി വരുമ്പോഴത്തേക്കും BGM ഇടുമ്പോൾ, അല്ലേ, BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുമ്പോൾ അത് കൊടുക്കുന്നൊരു ഇമ്പാക്റ്റ് വേറെയാണ്. അവരെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മ്യൂസിക് കൊടുക്കുന്നൊരു ഇമ്പാക്റ്റ് വേറെയാണ്. അത് എപ്പിക്കിലില്ല. So epic take only the first 4 constituent parts: plot, character, thought and diction, whereas song and spectacle, that is part of the theatre. ട്രാജഡിയിലാണ് 6 എണ്ണം വരുന്നത്, എപ്പിക്കിൽ അത് 4 എണ്ണം ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫ് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഐ എം നോട്ട് റീഡിങ് ഇറ്റ്. ദ സെക്കൻഡ് പാരഗ്രാഫിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അതിൻ്റെ ഫോമിനെ കുറിച്ചിട്ടാണ്, എപ്പിക്കിൻ്റെ ഫോമിനെ കുറിച്ചിട്ടാണ്. ഒപ്പം കുട്ടി വേറെ കുറച്ച് പോയിൻറ്റ്സും കൂടെ പറയുന്നുണ്ട്. സോ ഫോം എന്ന് പറയുമ്പോൾ ബേസിക്കലി വി നോ ദാറ്റ് രൂപത്തിൽ രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. എപ്പിക് ആൻഡ് ട്രാജഡി സ്വഭാവം വൈസ് ഇറ്റ്സ് ബോത്ത് ആർ സെയിം, നേച്ചർ വൈസ് ബോത്ത് ആർ സെയിം, whereas ഇൻ ഇറ്റ്സ് ഫോം ഇറ്റ്സ് ഡിഫറെൻറ്റ്. രൂപത്തിൽ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒന്ന് നറേറ്റീവാണ്, മറ്റൊന്ന് performing ആണ്. We had seen through the definition, the very definition of tragedy, in the form of action, not of narrative. Tragedy is an imitation of an action എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഇങ്ങനെ വരുമ്പോൾ we can see that in the form of action ആയിട്ടാണ് കാണിക്കുന്നത്, not of narrative, which means that narrative എന്നോട് ഉദ്ദേശിച്ചത് എപ്പിക്കിനെയാണ്, എപ്പിക് അല്ല ട്രാജഡി. It's rather different. It's in a different, it's taken into a next level. It's taken into a different level. The other one, it's meant for reading. It's meant for the visual as well as the mental pleasure. Whereas a tragedy, it will satisfy your senses more than other than your visual senses. നമ്മുടെ ഓഡിറ്ററി ആയിട്ടുള്ള സെൻസസിലും കൂടെ അത് വരുന്നുണ്ട്. സോങ്ങും ഡിക്ഷനും ഒക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് കേൾക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. എപ്പിക്കിൽ അത് നടക്കുന്നില്ല. എപ്പിക്കിൽ റീഡിങ് മാത്രമേ നടക്കുന്നുള്ളൂ, നമ്മുടെ കണ്ണുകൾ മാത്രമേ അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്താഗതിയും ഇമാജിനേഷനും ഒക്കെ. വറാസ് ട്രാജഡി എന്ന് പറയുമ്പോൾ അത് ആക്സസ് ചെയ്യുന്ന എലമെൻറ്റ്സ് കുറച്ചും കൂടെ വൈഡർ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. എനിവേ വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ കമ്മിങ് പാരഗ്രാഫ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഫോം വൈസ് നോക്കുമ്പോൾ എപ്പിക് ഫോളോസ് ദ നറേറ്റീവ് ഫോം, whereas ട്രാജഡി ഫോളോസ് ദ ആക്ഷൻ ഫോമാറ്റ്. ആൻഡ് ഇവിടെ തന്നെ നമുക്ക് എപ്പിക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയും കൂടെ, മറ്റൊരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റിയും കൂടെ കാണാനായിട്ട് സാധിക്കും. We had gone through the definition of tragedy and we had seen that tragedy is an imitation of an action that is serious, complete and of certain magnitude. ട്രാജഡിക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത്ത് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു അളവുകോലുണ്ട് അവിടെ. ഇത്ര മുതൽ ഇത്ര വരെ ഏകദേശം പാടുള്ളൂ. ട്രാജിക് പ്ലോട്ട് ഷുഡൻ ബി ടു ലോങ് ഓർ ടു ഷോർട്ട്. ടു ലോങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡിനെല്ലാം കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആദ്യം കണ്ടത് ആരാണെന്നൊരു ഒരു കൺഫ്യൂഷനിൽ നിൽക്കേണ്ടതായിട്ട് വരും. ഇഫ് ഇറ്റ് ഇസ് ടു ലോങ് ദ മൈൻഡ് കുഡൻ കോംപ്രിഹെൻഡ് മച്ച്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ടു ഷോർട്ട് ദ മൈൻഡ് വുഡ് മിസ് ഔട്ട് മെനി തിങ്സ്. സോ ഇത് രണ്ടിനും ഇടയിൽ നമ്മുടെ മെമ്മറി കപ്പാസിറ്റിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മാത്രമേ ട്രാജഡിക്ക് പറ്റുകയുള്ളൂ. എപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് അൺലിമിറ്റഡ് ആണ്. എത്രയൊക്കെ ഇവൻറ്റ്സ് ഈ ട്രാജഡിയുമായിട്ട് പറഞ്ഞ് ചേർത്ത് വെക്കാൻ പറ്റുമോ? ഇപ്പോൾ നായകൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ കഥ, അങ്ങനെ എത്ര കഥകൾ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് സ്കോപ്പ് ഇസ് അൺലിമിറ്റഡ്. എത്ര വേണമെങ്കിലും ഇവൻറ്റ്സ് ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് പോകാനായിട്ട് ഒരു എപ്പിക്കിന് സാധിക്കും. പക്ഷെ അത് ട്രാജഡിക്ക് സാധിക്കുകയില്ല. ബിക്കോസ് എപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് മെൻറ്റ് ഫോർ റീഡിങ്. ഇഫ് യു ഫീൽ ദാറ്റ് ഓക്കെ മതി, വായിച്ചത് മതി, നമുക്ക് അടച്ചു വെച്ചിട്ട് പിന്നെ വീണ്ടും എടുത്ത് വായിച്ചാൽ മതി. ട്രാജഡി അങ്ങനെയല്ല, നമ്മളൊരു നേരം ഇരുന്നത് കാണുകയാണ്. സോ ഇറ്റ് ഷുഡ് ബി ഇൻ എ വേ ദാറ്റ് ദ വ്യൂവേഴ്സ് കുഡ് ബി ഏബിൾ ടു കോംപ്രിഹെൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ. അതിനനുസരിച്ച് മാത്രമേ അവർക്കത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
ആൻഡ് അത് ഒരു പോസിറ്റീവ് പോയിൻ്റ് ആയിട്ടും കൂടെ എപ്പിക്കിൽ പറയുന്നുണ്ട്. കാരണം ട്രാജഡി എന്ന് പറയുമ്പോൾ അത് ഒരു ഇൻസിഡൻറ്റിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ടു യൂണിറ്റി ഓഫ് ആക്ഷൻ രണ്ട് പേർക്കും സെയിം ആണെന്നുള്ളത്, എപ്പിക്കിനും ട്രാജഡിക്കും, ബിക്കോസ് രണ്ടും ഇവോക്ക് ചെയ്യുന്ന ഫീലിംഗ് പിറ്റി ആൻഡ് ഫിയർ ആണ്, കഥാസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. പക്ഷെ വേറെ രണ്ട് യൂണിറ്റീസും കൂടിയുണ്ട്, യൂണിറ്റി ഓഫ് പ്ലേസ് ആൻഡ് യൂണിറ്റി ഓഫ് ടൈം. അത് ആ രണ്ട് പോയിൻറ്റ്സും ട്രാജഡിയുടെയും എപ്പിക്കിൻ്റെയും കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ്. In unity of place, we had seen that tragedy, there should be only one setting. Of course, we know that when coming to the 15th or 16th century, Elizabethan തിയേറ്ററിലേക്ക് വരുമ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ അറ്റ്ലീസ്റ്റ് ഒരു 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു ഇന്നർ സ്റ്റേജ് ഉണ്ട്, ഒരു ഔട്ടർ സ്റ്റേജ് ഉണ്ട്, ഒരു അപ്പർ സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ ഹെവൻ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ കാണിക്കാൻ അപ്പർ സ്റ്റേജ് യൂസ് ചെയ്യാം. ചേംബർ സീൻ ഒഥല്ലോയുടെ ആയിക്കോട്ടെ ഡങ്കൻ്റെ ആയിക്കോട്ടെ ഒക്കെ ചേംബർ സീൻസ് കാണിക്കുമ്പോൾ ഇന്നർ സ്റ്റേജ് യൂസ് ചെയ്യാം. ടെമ്പസ്റ്റിലൊക്കെ കടൽ പോലത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട് ദേ ക്യാൻ യൂസ് ദ ഔട്ടർ സ്പേസ്. ഈ പോസിബിലിറ്റി ഗ്രീക്ക് തിയേറ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് BCs ഗ്രീക്ക് തിയേറ്റേഴ്സ്, ആംഫി തിയേറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് 10,000-40,000 ആൾക്കാരാണ് വ്യൂവേഴ്സായിട്ടിരിക്കുന്നത്. പെയിൻറ്റഡ് സീനറിയൊക്കെ യൂസ് ചെയ്തു നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അതൊക്കെ എത്രമാത്രം ലിമിറ്റഡ് ആയിരിക്കും എന്ന് ചിന്തിക്കുകയല്ല. നോ ലൈറ്റ്, നോ സൗണ്ട്, നോ ഇലക്ട്രിസിറ്റി. സോ ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ അത്രയും ലിമിറ്റഡ് ആയിട്ടാണ് ട്രാജഡി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ടൈമിൽ നടക്കുന്ന കഥ മാത്രമേ അവർക്ക്, ഒരു 24 hours നടക്കുന്ന കഥ മാത്രമേ അവർക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ. whereas in epic the scope is unlimited. ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇവിടെ ഇന്നത് നടക്കുകയാണെങ്കിൽ ഇവിടെ പാല് കാച്ചൽ, അവിടെ താലികെട്ട്, അത് എപ്പിക്കിൽ സാധ്യമാണ്, ഫിലിമിലും സാധ്യമാണ് ത്രൂ പാരലൽ എഡിറ്റിംഗ് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് ഇറ്റ് വാസ് ലിമിറ്റഡ് ഫോർ ട്രാജഡി. ഇൻ ദ കേസ് ഓഫ് ട്രാജഡി, ഇൻ ദ കേസ് ഓഫ് ഡ്രാമ സ്പ്ലിറ്റ് സീൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും മോഡേൺ തിയേറ്ററിലൊക്കെ സ്പ്ലിറ്റ് സീൻസ് വെച്ചിട്ടൊക്കെ ഒരേ സീനിൽ 2 സ്ഥലത്തും എന്ത് നടക്കുന്നു എന്നൊക്കെ കാണിക്കുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട് പരീക്ഷണാർത്ഥം. ബട്ട് കീപ്പിംഗ് ദാറ്റ് അപ്പാർട്ട്, വി ക്യാൻ സീ ദാറ്റ് ഇൻ എപ്പിക് ഒരുപാട് ഇവൻസിനെ ഒരേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ഇന്നത് നടക്കുന്നു എന്ന് പറയാനായിട്ട് എപ്പിക്കിൽ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ അവോയ്ഡ് സെറ്റേറ്റി. സെറ്റേറ്റി മീൻസ് ബോർഡം. ട്രാജഡി ഒരു സ്ഥലത്ത് തന്നെ ഒരു ദിവസം നടക്കുന്ന ഒരാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥയാകുമ്പോൾ അത് ബോർഡും ഡൾനെസ്സും ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ പ്ലസ് പോയിൻറ്റ് ഫോർ എപ്പിക്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇൻ ദ ഫോം, ഈ ഫോമിനെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ഫോം, എപ്പിക് ആൻഡ് ട്രാജഡി ആർ ഡിഫറെൻറ്റ്. Epic follows a narrative pattern, whereas tragedy follows a performing or enactment. Tragedy is done through enactment, through a performance, and it has got a unity of place. That is, it can make use of only one setting and within a 24 hours time limit. 24 hours time limit എന്നൊക്കെ ഉള്ളത് പിന്നീട് വന്ന ആൾക്കാർ അങ്ങനെ വായിച്ചെടുത്താണെന്നും പറയുന്നുണ്ട്. എനിവേ ലിമിറ്റഡ് ആണ്, ഡെഫിനറ്റ്ലി അതിൻ്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. whereas in epic, in the case of epic, narrative ആണ്, എത്ര വേണമെങ്കിലും ഇവൻറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ തേർഡ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദ യൂസ് ഓഫ് ഇംപ്രോപ്പബിൾ ഓർ ദ മാർവലസ് തിങ്സ്. അസാധ്യമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ രണ്ടിനുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക് ആൻഡ് ട്രാജഡി? ജസ്റ്റ് തിങ്ക് ഓഫ് എ ചൈൽഡ് ഹു ഹാഡ് റെഡ് ആലീസ് ഇൻ വണ്ടർലാൻഡ്. ആ കുട്ടി ആലീസ് ഇൻ വണ്ടർലാൻഡ് വായിക്കുമ്പോൾ അവളുടെ മനസ്സിലുണ്ടാവുന്ന വണ്ടർലാൻഡ് എന്ന് പറയുന്നത് എത്രമാത്രം വണ്ടേഴ്സുള്ളതാണെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ വണ്ടർലാൻഡിനെ നമ്മളൊരു മൂവി ആയിട്ടോ ഒരു ഡ്രാമയായിട്ടോ കാണുമ്പോൾ നമ്മൾ എത്ര വിശാലമായി കണ്ടിരുന്ന ഇമാജിനേഷനെ ഒരു ബോക്സിലേക്കാക്കി ഒരു 4 ഫ്രെയിമിനകത്താക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. സോ നമ്മൾ കണ്ട അതിലത്തെ ഹാറ്ററും അതിലത്തെ റെഡ് ക്വീനും ആയിരിക്കില്ല ചിലപ്പോൾ പിക്ചറിൽ കാണുന്നുണ്ടായിരിക്കുന്നത്. Because we might have seen this in our imagination and my imagination will be different from your imagination. ആളുകൾക്കനുസരിച്ചും ഈ ഇമാജിനേഷന് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം, എത്ര വേണമെങ്കിലും മനോഹരമാക്കാം അതിനെ. ബിക്കോസ് അത് നമുക്ക് വിസിബിൾ അല്ല. വിസിബിൾ അല്ലാത്ത ഒന്നിനെ എത്ര മാനങ്ങൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അൺലിമിറ്റഡ് ആണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. whereas ഇതിനെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച്, അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടാണ് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് റാദർ എ ഡിഫിക്കൽട്ട് ടാസ്ക്
ടു എക്സിബിറ്റ് ദിസ് ഇംപ്രോപ്പബിൾ ഓർ മാർവലസ്. ഒരു ഗോസ്റ്റ് വന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ പണ്ടത്തെ മൂവീസിലോ അല്ലെങ്കിൽ പണ്ടത്തെ ഡ്രാമയിലൊക്കെ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരിയാൻ വരുന്നുണ്ടാവും, റാദർ ദാൻ ക്രിയേറ്റിംഗ് എ കൈൻഡ് ഓഫ് ഹൊറർ ഓർ ഫിയർ. ചിലപ്പോൾ ചില ഡയറക്ടേഴ്സിൻ്റെ മിടുക്കൊണ്ടൊക്കെ പലപ്പോഴും മനോഹരമായിട്ട് ഈ പറയുന്ന ഹൊറിഫിക് ആയിട്ടുള്ള സീനുകളായിക്കോട്ടെ, ഈ പറയുന്ന മാലാഖമാരായിക്കോട്ടെ, ദൈവങ്ങളായിക്കോട്ടെ, ചെകുത്താനായിക്കോട്ടെ, ഹെല്ലായിക്കോട്ടെ, ഹെവൻ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ പിക്ചറൈസേഷൻ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ടെക്നോളജി യൂസ്ഡ് ഓർ the visual effects used in that particular movie, or even nowadays in dramas also we can see they are using lots of technologies. പക്ഷെ അന്നത്തെ കാലത്ത് ഈ പറയുന്ന കിങ് ഹാംലെറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന വിച്ചസിനെയൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം ഒരു മാർവലസ് ആയിട്ടുള്ള കാര്യമായിട്ട് കാണികൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുകയില്ല. അപ്പോൾ അവിടെ അരിസ്റ്റോട്ടിൽ കൊണ്ടുവരുന്ന ഒരു ട്രിക്കുണ്ട്, ഒരു ടിപ്പ് അവിടെ പറഞ്ഞു തരുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്ത സത്യങ്ങളെ ഒരിക്കലും നമ്മൾ അവതരിപ്പിക്കരുത്. വിശ്വസിക്കാവുന്ന കള്ളങ്ങളെ നമുക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാം. സോ ഹി സേസ് ദാറ്റ് ദ പോയറ്റ് ഷുഡ് പ്രിഫർ പ്രോബബിൾ ഇമ്പോസിബിലിറ്റീസ് റാദർ ദാൻ ഇംപ്രോബബിൾ പോസിബിലിറ്റീസ്. സത്യങ്ങളെ പെട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളത് ഒരു സൈക്കോളജിയാണെന്നും കൂടെ പറയട്ടെ. വിശ്വസിക്കാൻ പറ്റുന്ന നുണകളെ നിങ്ങൾക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാം. ബിക്കോസ് അത് വിസിബിളാണ്, ട്രാജഡി വിസിബിളാണ്, കേൾക്കുകയും കാണുകയും ചെയ്യുന്നൊരു കലയാണ്. എപ്പിക് അങ്ങനെയല്ല. എപ്പിക് എഴുതി വച്ചിരിക്കുന്നു, അത് കാണുന്നതും ആ ഗോസ്റ്റിൻ്റെ ശബ്ദം കേൾക്കുന്നതും അതിലെ ലാമെൻറ്റിങ് വോയിസ് കേൾക്കുന്നതും അതിലെ പ്രണയം അനുഭവിക്കുന്നതും ഒക്കെ അത് വായിക്കുന്ന ആളാണ്. അതിലിപ്പോൾ ഒഥല്ലോയുടെ ദേഷ്യമാണെങ്കിലും, ഹാംലെറ്റിൻ്റെ ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും, മക്ബത്തിൻ്റെ ആ ഒരു ഡൈലമയാണെങ്കിലും, റോമിയോയുടെയും ജൂലിയറ്റിൻ്റെയും പ്രണയമാണെങ്കിലും, ഇതൊക്കെ അനുഭവിക്കുന്നത് വായനക്കാരനാണ്. അതേസമയം ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ ആ കലാകാരൻ്റെ മിടുക്ക് പോലെയും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാക്കി ടെക്നോളജീസും അവരുടെ കോസ്റ്റ്യൂമും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് രസം ഉളവാകുന്നത്, അല്ലേ? കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഈ പറയുന്ന പ്രണയമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, ഭയമായിക്കോട്ടെ, അത് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ആക്ടേഴ്സിൻ്റെ മിടുക്ക് പോലെ ഇരിക്കും. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാക്കി ഡയലോഗ്സ്, ദ ഡയലോഗ് റെൻഡറിങ്, ദ മ്യൂസിക് പ്ലേയിങ്, the music accompanying it, and the light and sound providing, contributing to that particular scene, ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണത് ആളുകളിലേക്ക് ഈ പറയുന്ന ഇമോഷൻസിനെ എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. So that is the third point, the third difference between epic and tragedy, that the epic has got the privilege to present the improbable and the marvelous in an easier way, whereas tragedy, if it is not conveyed in a proper manner, it would fail on the stage. അതൊരു പരാജയമായിട്ട് മാറിയെന്ന് വരാം. അപ്പോൾ മൂന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിട്ടുള്ളത്. റിഗാർഡിംഗ് ദ നേച്ചർ, epic and tragedy, they are same, they are alike. And regarding the form, it is different. Tragedy follows action format, whereas epic in its narrative form, a long narrative poem on epic nu parayunnathu. So epic is in a narration format. And the third one is the use of the improbable and the marvelous, whereas we can see Aristotle is providing with a tip for the poet, that is presenting the probable impossibilities rather than presenting the improbable possibilities. Okay. In the second point, Aristotle gives much proof why he weighs tragedy superior to epic. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പോയിൻറ്റ്സ് എപ്പിക്കിനെ സാധൂകരിക്കാനുണ്ടെങ്കിലും ട്രാജഡി തന്നെയാണ് അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു കല എന്നുള്ളതിന് വളരെ മനോഹരമായിട്ടുള്ള, വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഈ ഒരു സെക്കൻഡ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം, ചോദിച്ചൊരു ചോദ്യം, why we consider these performing art forms as popular art forms? Why we enjoy those art forms rather than these literary forms? Because these art forms satisfy the mass rather than the literary forms which satisfy the refined group. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ലിറ്ററേച്ചർ ഓർ
ലിറ്ററസി റേറ്റ് ഇത്രമാത്രം കൂടിയിരിക്കുന്നൊരു കാലഘട്ടത്തിൽ പിന്നെയും കുറച്ചും കൂടെ ആളുകൾക്ക് വായിക്കാനും വായിച്ചതിൽ അർത്ഥം മനസ്സിലാക്കാനും ഒക്കെ സാധ്യമാണ്. അന്നത്തെ കാലത്ത് അതായിരുന്നില്ല സ്ഥിതി. അത് അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് തന്നെ വായിച്ചെടുത്താൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളിലൂടെയൊക്കെയാണ് ആ ഒരു ഗ്രാൻഡിയറിലും ആ ഒരു നമ്മൾ കണ്ടല്ലോ എംബലിഷ്ഡ് ഇൻ ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ്. ട്രാജഡിയിൽ പോലും അത്രമാത്രം റിച്ച് ആയിട്ടുള്ള വേഴ്സും വേർഡ്സും ഡിക്ഷനും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എപ്പിക്കിലും അതുപോലെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ എപ്പിക്ക് വായിച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ടൊരു കോമൺ പീപ്പിളിന് സാധിക്കുകയില്ല. വറാസ് വെൻ ഇറ്റ് ഇസ് പ്രസൻറ്റഡ് ബിഫോർ ദിയർ ഐസ് അലോങ് വിത്ത് ദ പീപ്പിൾ പ്രസൻറ്റിങ് ഇറ്റ്, ഒരാൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളൊരു സിനിമ കാണുകയാണ്, ഈവൻ വെദർ ഇറ്റ് ഇസ് എ കൊറിയൻ ഫിലിം ഓർ തായ്ലാൻഡ് മൂവി ഓർ ഇഫ് ഇറ്റ് ഇസ് എ ഹിന്ദി മൂവി ഓർ മറാത്തി മൂവി, ഹിന്ദി അല്ല, ഒരു മറാത്തിയോ ഒരു തെലുഗോ മൂവിയോ, നമുക്കറിയാത്ത ഭാഷയിലുള്ള ഏതൊരു മൂവി ആണെങ്കിലും വൈൽ വി വാച്ച് ദാറ്റ് we could be able to understand what they are communicating with each other through their non-verbal communication. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, their eye contact, their gestures, their lip movement. ഈ പറയുന്ന ദേഷ്യം, നമ്മൾ ദേഷ്യം കാണിക്കുമ്പോൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരിക്കും അവിടെ നിൽക്കുന്ന കഥാപാത്രവും കാണിക്കുന്നുണ്ടായിരിക്കും, ഒരു നാടകത്തിലാണെങ്കിലും ഒരു ഫിലിമിലാണെങ്കിലും. Because it is imitating life. Whereas epic, it is imitating life but only through words, only through diction, not through action. അപ്പോൾ അതൊരു കോമൺ പീപ്പിളിന് മനസ്സിലാക്കാനായിട്ട് സാധ്യമാണ്. എപ്പിക്കുകൾ ഒരു വിഭാഗത്തിന് മാത്രമാണെങ്കിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഷേക്സ്പീരിയൻ തിയേറ്റർ. ഷേക്സ്പീരിയൻ തിയേറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ഡിഫറെൻറ്റ് ടയേഴ്സ് ഓഫ് സീറ്റിംഗ്. ആ ഗാലറിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു സോഷ്യൽ ക്ലാസിൻ്റെ ഡിഫറൻസ്. ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ലെയറിലാണെങ്കിൽ നോബിൾസ് ഓർ ആ ഒരു റോയൽ ആയിട്ടുള്ള ഫാമിലീസ് ആണെങ്കിൽ പിന്നീട് നോബിൾസ് ആൻഡ് ബാരൻസ്, ലോർഡ്സ്. ഗ്രൗണ്ട്ലിങ്സിന് നിൽക്കാനായിട്ടുള്ളൊരു സ്പേസും കൂടെ ഷേക്സ്പീരിയൻ തിയേറ്റേഴ്സിനുണ്ട്. ദാറ്റ് വുഡൻ ഓ, ആ വുഡൻ ഓ ഷേപ്പിലുള്ള, ഹെൻറിയിൽ പറയുന്ന പോലെ ദാറ്റ് വുഡൻ ഓ ആ ഷേപ്പിലുള്ള ആ തിയേറ്ററിന് ഗ്ലോബ് തിയേറ്റർ ഓർ ഫോർച്യൂൺ തിയേറ്റർ, വാട്ട് എവർ ഇറ്റ് ഇസ്, അവിടെ ആളുകൾക്ക് സാധാരണ 1 റുപ്പി അല്ലെ 1 പെന്നിക്ക് നിന്ന് കാണുന്ന പെസൻസും ഉണ്ട്, വർക്കിംഗ് ക്ലാസ്സും ഉണ്ട്. ഗാലറിയിൽ ഏറ്റവും ടോപ്പിൽ സീറ്റിങ്ങിൽ ഇരുന്ന് കാണുന്ന ആളുകളും താഴെ ഈ ഗ്രൗണ്ടിൽ നിന്ന് കാണുന്ന ഗ്രൗണ്ട്ലിങ്സിനും ഒരേ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധ്യമാണ് ട്രാജഡി ഓർ ഡ്രാമ. whereas that was not possible in the case of an epic. It was meant for a refined group. സോ ഒരു കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ട്രാജഡി നിലകൊണ്ടിട്ടുള്ളത്. ആൻഡ് വി മെൻഷൻഡ് ഒരു സെൻസിനെ മാത്രമാണ് എപ്പിക്ക് സാറ്റിസ്ഫൈ ചെയ്തതെങ്കിൽ കൂടുതൽ സെൻസ് ഓർഗൻസിനെയാണ് ട്രാജഡി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. കണ്ണുകൊണ്ട് കാണാനും അതിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കും അവർ പറയുന്ന ഡയലോഗ്സും കേൾക്കാനും, ഇഫ് ദേ ആർ യൂസിങ് ഡിഫറെൻറ്റ് ഫ്രേഗ്രൻസസ്, ഫ്ലവേഴ്സ് ഓർ പെർഫ്യൂംസ്, അതിൻ്റെയൊക്കെ മണം അല്ലേ. അപ്പോൾ അത്തരത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ഓരോ ഇമോഷൻസിനനുസരിച്ചിട്ട് ആ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടൊക്കെ ലൈറ്റും യൂസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ അത് എൻറിച്ച്ഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ ഒരു മോഡേൺ വേർഷനായിട്ടാണ് നമ്മൾ ഫിലിംസിനെ കാണുന്നത്. അവിടെ ഓരോ സീനിനനുസരിച്ചിട്ട് ഓരോ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ആ ഫിലിമിൻ്റെ കളർ ടോൺ പോലും നിർണ്ണയിക്കപ്പെടുന്നത്. ഇഫ് ഇറ്റ് ഇസ് എ ഹൊറർ ഫിലിം അതിനനുസരിച്ചിട്ടുള്ള ലൈറ്റിങ്ങും ടോണും ആയിരിക്കും അതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇഫ് ഇറ്റ് ഇസ് എ കോമഡി വളരെ ബ്രൈറ്റ് ലിറ്റ് ആയിട്ടുള്ള ഷോട്ടുകളായിരിക്കും, ഹൈ കീ ലൈറ്റൊക്കെ ആവും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. റൊമാൻറ്റിക് ആണെങ്കിൽ അത്തരത്തിൽ. ഇനി ട്രാജഡിയെ സംബന്ധിച്ചിടത്തോളം എപ്പിക്കിനേക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കോൺസെൻട്രേറ്റഡ് ഇഫക്റ്റ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് എ പ്രഷർ കുക്കർ ഓർ തിങ്ക് അബൌട്ട് ആറ്റം ബോംബ്. കോൺസെൻട്രേറ്റഡ് ആണ്, അടക്കി ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അതിനകത്ത് എല്ലാം ഉണ്ട്. വറാസ് എപ്പിക് വി നോ ദാറ്റ് ഇവൻസ് ഇങ്ങനെ എത്രമാത്രം ആഡ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം അൺലിമിറ്റഡ് ആയിട്ട് ലിമിറ്റ്ലെസ് ആയിട്ടാണ് ഇവൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദ കംസ് എ സോർട്ട് ഓഫ് ഡൈല്യൂഷൻ. ഒരു ഡൈല്യൂഷൻ അവിടെ സംഭവിക്കും. ആ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും സ്പഷ്ടമായിട്ട്, ഏറ്റവും ഇപ്പോൾ ബേക്കറിൻ്റെയൊക്കെ സ്റ്റൈല് പറയുന്ന പോലെ കണ്ടൻസ്ഡ് ആയിട്ട് ആ ടേഴ്സ്നെസ് അത്രയും ചുരുക്കി പറയുമ്പോഴാണ് അത് കുറച്ചും കൂടെ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. ജസ്റ്റ് ലൈക്ക് ആൻ ആറ്റം ബോംബ്. ഇവിടെ ട്രാജഡിക്കും ഈ ഒരു പ്രത്യേകത തന്നെയാണ് ഉള്ളത്. എന്താണോ പറയേണ്ടത് അത് വളരെ ചുരുക്കി അതിൻ്റെ നാരോവർ ലിമിറ്റിനുള്ളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കൺവേ ചെയ്യുക. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ സോർട്ട് ഓഫ് കോൺസെൻട്രേറ്റഡ് ഇഫക്റ്റ് ഇൻ ഇറ്റ്. ഈ കോൺസെൻട്രേറ്റഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ളൊരു കാര്യം കൂടിയിട്ടാണ്. ഇത്ര മാത്രം പറയേണ്ടത് ഇത്രയും ചുരുക്കി പറയണം.
അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുക്കണം. അത്രയും ഫിൽറ്റർ ചെയ്ത് റിഫൈൻ ചെയ്ത് എലമെൻറ്റ്സ് മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. ആൻഡ് അത് ഏറ്റവും ബെസ്റ്റായിട്ട് കാണിക്കണം ത്രൂ ആക്ഷൻ. മറ്റേത് നറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സേഫ് സൈഡാണെന്ന് പറയാം. ഇത് ത്രൂ ആക്ഷനാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം റിസ്ക്കും ഉണ്ട് അതിൻ്റെ അവതരണത്തിലും. അതിനനുസരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും, അതിനനുസരിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, കോസ്റ്റ്യൂം വേണം. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നൊരിതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് റിസ്ക്കുകളും ഒരുപാട് നാരോവർ ലിമിറ്റിലൂടെ പോയിട്ടാണ് ട്രാജഡി ഒരാൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അരിസ്റ്റോട്ടിൽ ഹാഡ് ഗിവൺ much importance to tragedy than epic. So that's all about this part, his comparison. He says that in its nature they are alike, in its form they are different, one for narration and the other for action, and presenting the improbable and the marvelous, epics goes much more than a tragedy, whereas tragedy can do it in a different way, as he gives the tip. And he says that tragedy, it is done through a theatrical aid with all the technicalities, and it is meant for all the people, for the cultivated audience, whereas this epic, it is meant for only the cultured few, for a refined audience and all that. And he says that tragedy, its scope is unlimited, it's working within a narrower limit, but its concentrated effect is much pleasurable than the diluted effect created by an epic with lots and lots of events in it. ഇത്രയും പറഞ്ഞുകൊണ്ട് അരിസ്റ്റോട്ടിൽ അവസാനിപ്പിക്കുകയാണ്. ട്രാജഡി therefore attains its end more perfectly than the epic. അപ്പോൾ എപ്പിക്കിനെക്കാട്ടിലും എന്തുകൊണ്ടും ഏറ്റവും ബെറ്ററായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് അവതരിപ്പിച്ച് ആളുകളിൽ പിറ്റിയും ഫിയറും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രാജഡിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അരിസ്റ്റോട്ടിൽ അവസാനിപ്പിക്കുകയാണ്. ഞാനും അവസാനിപ്പിക്കുകയാണ്. We can wind up this chapter by the next class. Till then all of you take care. Bye bye.